നമ്മൾ റീജിയൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു സപ്പോർട്ടിനൊരു സപ്പോർട്ടിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു ലോവർ വിക്ക് ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫ്ലിപ്പിൽ ട്രേഡ് എടുക്കാനുള്ള സ്ട്രാറ്റജി അവതരിക്കാൻ പോകുന്നത്. ഏകദേശം നമുക്കൊരു 3375 മുതൽ 3385 വരെ റേഞ്ച് ഉണ്ട്. നമുക്ക് നോക്കാം. ഞാനൊരു ബൈ ഓർഡർ ഇപ്പോൾ സെറ്റ് ചെയ്യണം. ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം നമുക്കത് എക്സിക്യൂട്ടിനിടാം. ഫൈവ് സെക്കൻഡ്സ് 4 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാൻഡിൽ റീജിയന് പുറത്തായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ലോവർ വിക്ക് തരണമെങ്കിൽ ആ ലോവർ വിക്കിൻ്റെ ബോട്ടത്തിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ടോപ്പ് വിക്കിൽ നമുക്ക് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ, വിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ ഇനി ഈ വിക്ക് ബ്രേക്ക് ചെയ്യുന്നിടത്ത് നമ്മളുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓർഡർ എക്സിക്യൂട്ട് ആയാൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ കറണ്ട് ക്യാൻഡിലിൻ്റെ ലോവർ വിക്കിൽ പ്ലേസ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ടി പി നോക്കുന്നത് ഈ റിജക്ഷൻ ഏരിയയാണ്. ഓൾറെഡി നമുക്ക് കാണാം ഒരു ക്യാൻഡിൽ റിജക്ഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊരു അവിടെ നമ്മളൊരു പാർഷ്യൽ ടി പി സെറ്റ് ചെയ്തിട്ടുണ്ട്. പകുതി കോൺട്രാക്റ്റ് നമ്മൾ ലിമിറ്റ്സിൽ ഇടുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസിനെയും ലോവർ വിക്കിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. ഇനി ടി പി ഇതിന് മുമ്പത്തെ റിജക്ഷൻ വന്നേക്കുന്ന റീജിയൻ അങ്ങോട്ടേക്ക് നമ്മൾ ടി പി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, നമ്മൾ പാർഷ്യൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബ്രേക്കിലേക്ക് ഇടുന്നതാണ്. ചിലപ്പോൾ ഞാൻ ഇത് ഫുള്ളി ക്ലോസ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് നോക്കട്ടെ. ഓക്കെ, നമ്മൾ ക്ലോസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ഏകദേശം $280 പ്രോഫിറ്റ് ഉണ്ട്. കൂടുതൽ ട്രേഡ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീ ലേണർ സെഷനും ന്യൂ ഇയർ സെഷനും എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും. ആക്ച്വലി ഇത് കറണ്ട് റേഞ്ചായ 3385 വരെയും മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളതുണ്ടായിരുന്നു. പ്രീ ലണ്ടൻ സെഷൻ ആയതുകൊണ്ട് തന്നെ വോളിയം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.